കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആനയെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആനയാണ് കരയിലെ ഏറ്റവും വലിയ മൃഗം. ആനയാണ് ഏറ്റവും വലിയ മൃഗം നിങ്ങൾക്ക് അറിയാമല്ലോ. മിസ്, നമുക്കറിയാം, പക്ഷെ ആനയ്ക്കതറിയില്ലല്ലോ. അതെന്താ ടിറ്റു അങ്ങനെ നീ പറഞ്ഞേ? അല്ല മിസ്, വരുന്ന വഴിക്ക് ഞാനൊരു ആനയും പാപ്പാനെയും കണ്ടു. ആ നരുന്ത് പോലെ ഇരിക്കുന്ന പാപ്പാൻ അങ്ങോട്ട് മാറുന്നില്ല ആനയെന്ന് പറഞ്ഞപ്പോൾ അത് പേടിച്ച് അങ്ങോട്ട് മാറി നിന്നു. അവിടെ ഇരിക്കേ, ഒരു കാര്യം തുടങ്ങി അന്ന് ഫുൾ നിന്റെ പ്രസംഗമായിരിക്കും. പഠിക്കുകയില്ല, മറ്റുള്ളവരെ പഠിപ്പിക്കാനും വിടില്ല. അവിടെ ഇരിക്കേ. നിനക്ക് വേറെ വല്ല പണിക്കും പോയിക്കൂടെ? ഇവിടെ വന്ന് വെറുതെ ഇരിക്കുന്നത് മറ്റുള്ളവരെ എനർജി കളയാൻ. ഞാൻ വീട്ടിൽ പറഞ്ഞതാ മിസ് എൻ്റെ പഠിത്തം നിർത്താൻ, അവർ സമ്മതിക്കുന്നില്ല. സൈലൻസ്. കുറെ ഊളത്തരങ്ങൾ പറയാൻ ഒരാളും അത് കേട്ട് ചിരിക്കാൻ മറ്റുള്ളവരും. മിസ് ബെല്ലടിച്ചു, മിസ് ബെല്ലടിച്ചു. ആ ഞാൻ കേട്ടു, എന്നെ പറഞ്ഞു വിടണ്ട, ഞാൻ പൊയ്ക്കോളാം. നാളെ ഇതൊക്കെ പഠിച്ചിട്ട് വന്നില്ലെങ്കിൽ ആണ് ഇരിക്കുന്നത്. താങ്ക് യു മിസ്. ഹലോ സുഗുണേ, ഇന്നെൻ്റെ ഒരു കൂട്ടുകാരൻ ഊണ് കഴിക്കാൻ കാണും കേട്ടോ ഉച്ചയ്ക്ക്. ഓ, അതിനിപ്പോൾ എന്താ, ഊണെല്ലാം റെഡിയാണല്ലോ. അതല്ല വിഷയം, ടിറ്റു അവിടെ ഉണ്ടോ? ആ ഉണ്ടല്ലോ, എന്നത്തെ പോലെ കള്ളം അടിച്ച് കിടക്കുക. ഞാനാണെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ടിറ്റു ആണ് ക്ലാസ് ഫസ്റ്റും നല്ല അറിവുള്ള കുട്ടിയെന്നാ. അവൻ്റെ അടുത്ത് വായി തുറന്ന് ഒന്നും നശിപ്പിക്കില്ലെന്ന് പറയണം. അതൊക്കെ ഞാൻ ഏറ്റു, അതൊക്കെ ഞാൻ അവനോട് പറഞ്ഞോളാം. ഓക്കെ ശരി, എന്നാൽ വയ്ക്കുന്നേ. നിങ്ങൾ എത്താറാകുമ്പോൾ ഒന്ന് വിളിച്ചേക്ക്. ടിറ്റു മോർണിംഗ് വാ. എന്താ അമ്മ, എന്തിനാ കിടന്ന് വിളിച്ചേ? എൻ്റെ കോൺസെൻട്രേഷൻ ഫുൾ പോയി. ആ ഇനിയും പഠിക്കാമല്ലോ. പഠിത്തത്തിൻ്റെ കോൺസെൻട്രേഷൻ അല്ല, ഞാൻ ചന്ദ്രമഴ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ആ അതൊക്കെ എങ്ങിരിക്കട്ടെ മോനെ. ഇന്ന് അച്ഛൻ്റെ കൂട്ടുകാരൻ വരും. മോൻ മര്യാദയ്ക്കൊക്കെ സംസാരിക്കണം കേട്ടല്ലോ. ഒന്നും സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അബദ്ധങ്ങളൊന്നും പറയാൻ നിൽക്കല്ലേ, മണ്ടത്തരവും വിളിച്ച് പറയല്ലേ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല അമ്മേ. അച്ഛൻ നീ നന്നാ പഠിക്കുന്ന കുട്ടിയെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് സത്യമല്ലേ? ആ ദയവ് ചെയ്ത് അബദ്ധങ്ങളൊന്നും പറയാൻ പോവല്ലേ കേട്ടല്ലോ. ഞാൻ ഏറ്റമ്മേ, വരുന്ന അങ്കിളിനെ ഞാൻ ഞെട്ടിക്കും. ഓ ഞെട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നും മിണ്ടാതിരുന്നാൽ മതി. മോൻ പുറത്തുനിന്നൊരു വാഴയില മുറിച്ചുകൊണ്ട് വന്നേ, വേഗം ആവട്ടെ. ആ ശരി അമ്മേ. ഹോ, ഈ ചെറുക്കൻ ഇനി വാ തുറന്നു വല്ല അബദ്ധവും പറയുമോ എന്തോ.